ಮಕ್ಕಳೊಟ್ಟಿಗೆ ದೇವರನ್ನು ಆರಾಧಿಸುವಂತಹ ತಂದೆ ತಾಯಿಯರು ಸಹ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. അതിലൊരു മാതാവും പിതാവുമാണ് പ്രജുവിന്റെയും പ്രവിഷ്യയുടെയും പപ്പയും മമ്മിയും. ഉണ്ടോ? മമ്മി ഉണ്ട്. ആകയാൽ സ്വതന്ത്രം അതെ മക്കളോട് കൊച്ചുമക്കളോടും കൂടെ ഒക്കെ ചേർന്ന് അവർക്കും ദൈവത്തെ നമ്മളോടൊപ്പം ആരാധിപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ಪ್ರಜ್ವಲ್ ಮತ್ತು ಪ್ರವಿಶ ಅವರ ತಂದೆ ತಾಯಿಯವರು ಸಹ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. ಹಲ್ಲೆಲೂಯಾ. ಅವರು ಇವತ್ತು ನಮ್ಮ ಆರಾಧನೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುತ್ತಿದ್ದಾರೆ. കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ಕರ್ತನು ಅವರನ್ನು ಹೇರಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന പ്രിയ രസതായി അങ്കിൾ ഇന്ന് ഉൾക്കാലം നമ്മളോട് കൂടെ ആരാധനയ്ക്കുണ്ട്. ಪ್ರಿಯ ಸೇವಕರನ್ನು ಪ್ರೀತಿಸುವಂತಹ ಒಬ್ಬ ಸೇವಕರು ನಮ್ಮ ಆರಾಧನೆಯಲ್ಲಿ ಭಾಗವಹಿಸುತ್ತಿದ್ದಾರೆ. അതെ പ്രിയ അങ്കിള് അതേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അമേരിക്കയിലായിരുന്നു, കുഞ്ഞുങ്ങളോട് കൂടി ആയിരുന്നു. എന്നാൽ യാത്ര ചെയ്ത ആരോഗ്യത്തോടു കൂടെ ഈ പട്ടണത്തിൽ വരുവാനും ഞങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവം സഹായിച്ചു. ಕಳೆದ ದಿನ ಅವರು ಅಮೆರಿಕ ದೇಶದಲ್ಲಿದ್ದರು, ಆದರೆ ಅವರು ಇವತ್ತು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಒಟ್ಟಿಗೆ ದೇವರನ್ನು ಆರಾಧಿಸುವಂತಹ ಭಾಗ್ಯವನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. അതോടൊപ്പം തന്നെ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഒരു സഹോദരൻ കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് ഉൾക്കാലമുണ്ട്. ನಾವು ತುಂಬಾ ಪ್ರೀತಿಸುವಂತಹ ಒಬ್ಬ ಸಹೋದರ ಮತ್ತು ಅವರ ಕುಟುಂಬವು ನಮ್ಮ ಆರಾಧನೆಯಲ್ಲಿ ಭಾಗವಹಿಸುತ್ತಿದ್ದಾರೆ. ബ്രദർ ബിനോജി കുടുംബം കുഞ്ഞുങ്ങളുമാണ് അവര്. ಬ್ರದರ್ ಬಿನೋಜಿ ಮತ್ತು ಕುಟುಂಬದವರು. ആകയാൽ അതേ വിവേക് നഗറിലായിരുന്നപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ವಿವೇಕ್ ನಗರದಲ್ಲಿ ನಾನು ಸೇವೆ ಮಾಡುವಾಗ ನಾವು ಒಟ್ಟಾಗಿ ಅಲ್ಲಿ ಆರಾಧನೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುತ್ತಾ ಇದ್ದೆವು. മൂത്ത മകളുടേതായ അഡ്മിഷനുള്ള ബന്ധത്തിൽ ഈ പട്ടണത്തിൽ വന്നപ്പോൾ ഞങ്ങളോട് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ಅವರ ಹಿರಿಯ ಮಗಳ ಅಡ್ಮಿಷನ್ಗಾಗಿ ಪಟ್ಟಣದಲ್ಲಿ ಬಂದಿರುವಾಗ ಇವತ್ತು ಅವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. ദൈവം അവരെ ഇന്ന് ഉൾക്കാലം അനുഗ്രഹിക്കട്ടെ. ಅವರನ್ನು ಸಹ ಹೇರಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. അതോടൊപ്പം തന്നെ പ്രൈസ് ദി ലോർഡ്. അതെ അതോടൊപ്പം തന്നെ അതെ ആന്ധ്രാപ്രദേശിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നതായ സമൂഹൽ കുടുംബമായിട്ട് ഇന്ന് ഉൾക്കാലമുണ്ട്. ಆಂಧ್ರಪ್ರದೇಶದಲ್ಲಿ ದೇವರ ಸೇವೆಯನ್ನು ಮಾಡುವಂತಹ ಸಮುವೇಲ್ ಅಯ್ಯನವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. ಹಾಗೆ ಪ್ರಿಯപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ಸೇವಕರು ಸಹ ದೇವರ ಹೇರಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. നമ്മളോട് കൂടെ ഉണ്ടായിരുന്നതായ ബോസ് അങ്കിളും കുടുംബവും ഉണ്ട് ഇന്ന് ഉൾക്കാലം. ಬೋಸ್ ಅಂಕಲ್ ಅವರು ಸಹ ಇವತ್ತು ನಮ್ಮ ಆರಾಧನೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುತ್ತಿದ್ದಾರೆ. ദൈവം അനുഗ്രഹിക്കട്ടെ. ದೇವರು ಅವರನ್ನು ಸಹ ಆಶೀರ್ವದಿಸಲಿ. കഴിഞ്ഞ ദിവസം ഈ പട്ടണത്തിൽ പരിചയപ്പെട്ടതായ സനോഷ കുടുംബമായിട്ട് ഇന്ന് ഉൾക്കാലമുണ്ട്. ಕಳೆದ ದಿನ ಈ ಪಟ್ಟಣದಲ್ಲಿ ನಾವು ಪರಿಚಯಗೊಂಡಿರುವಂತಹ ಸರ್ವಶ್ ಬ್ರದರ್ ಅವರ ಕುಟುಂಬವು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. നമ്മുടെ അഗ്രയിലെ ജിമ്മിന്റെ അവിടെയാണ് താമസിക്കുന്നത്. ಅವರು ಅಗ್ರದ ಜಿಮ್ಮಿನ ಹತ್ತಿರ ಅವರು ಮನೆ ಮಾಡಿಕೊಂಡು ವಾಸ ಮಾಡುತ್ತಿದ್ದಾರೆ. അവരിന്ന് ഉൾക്കാലം ആരാധനയിൽ നമ്മളോട് കൂടെ സംബന്ധിക്കുന്നുണ്ട്. ಇವತ್ತಿನ ಆರಾಧನೆಯಲ್ಲಿ ಅವರು ಸಹ ಕುಟುಂಬವಾಗಿ ಪಾಲ್ಗೊಳ್ಳುತ್ತಿದ್ದಾರೆ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ದೇವರು ಎಲ್ಲ ಪ್ರಿಯರನ್ನು ಹೇರಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. സാന്നിധ്യം അവർ മാത്രമല്ല, ഇവിടെ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഭവിച്ചറിയുന്ന കർത്താവ് ಇಲ್ಲಿ ಸೇರಿ ಬಂದಿರುವಂತಹ ನಾವೆಲ್ಲರೂ ಯೇಸು ಸ್ವಾಮಿಯ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸುವುದಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഇന്ന് പോൽക്കാലം ദൈവം നമ്മുടെ മധ്യ പ്രവർത്തിക്കുന്ന പോൽക്കാലമായി മാറട്ടെ. ಈ ದಿನ ದೇವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವಂತಹ ದಿನವಾಗಲಿ. ഈ പേര് പറഞ്ഞവരൊക്കെ നമ്മുടെ മധ്യ ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ മധ്യ ഉള്ളതിനായി കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. ಎಲ್ಲರೂ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದರೂ ಸಹ ಯೇಸು ಸ್ವಾಮಿಯು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇರುವುದಕ್ಕಾಗಿ ನಮ್ಮ ಹಸ್ತಗಳನ್ನು ಎತ್ತಿ ಗಟ್ಟಿಯಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഈ മൈക്ക് ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്താ പറയുക? ಈ ಮೈಕ್ ಇದ್ದರೆ ಅದರ ಒಂದು ಗುಣ ಏನೆಂದರೆ എല്ലാരും കൂടി ഒച്ച എടുത്തില്ലെങ്കിൽ ഒരാൾ ഒച്ച എടുത്താൽ മതി, എല്ലാരും കേൾക്കും. ಎಲ್ಲರೂ ಶಬ್ದ ಎತ್ತದೇ ಇದ್ದರೂ ಒಬ್ಬರು ಶಬ್ದ ಎತ್ತಿದ್ರೆ ಸಾಕು, ಎಲ್ಲರೂ ಶಬ್ದ ಎತ್ತಿದ ಹಾಗೆ. ಮೈಕ್ ಆಫ್ ಮಾಡಿಕೊಂಡು ಎಲ್ಲರೂ ಗಟ್ಟಿಯಾಗಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ, ಎಲ್ಲರಿಗೂ ಶಬ್ದ ಇದೆ. ഒരു ദിവസം മ്യൂസിക് സിസ്റ്റം ഇല്ലെങ്കിൽ when the music fades ആ പാട്ട് എഴുതാൻ കാരണം തന്നെ അതാ. when the music fades hallelujah ಆ ರಾಗವನ್ನು ಬರಲಿಕ್ಕೆ ಕಾರಣ ಒಂದು ದಿನ ಶಬ್ದ ಇಲ್ಲದಿದ್ದರೆ, ಮ್ಯೂಸಿಕ್ ಇಲ್ಲದಿದ್ದರೆ ಏನಾಗುತ್ತದೆ? ഞാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് പറയും, നിങ്ങൾ ഇടയ്ക്ക് ഈ സിസ്റ്റം അങ്ങ് ഓഫ് ചെയ്തേക്കണം. അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് കൈ വെച്ചത് ആരാധിക്കുന്നു. ನಾನು ಸೇವೆ ಮಾಡುವಂತಹ ಸಭೆಗಳಲ್ಲಿ ಹೇಳುವಂತಹ ವಿಷಯ ಏನೆಂದರೆ ಒಂದು ದಿನ ಹಲವು ನೀವು ಮೈಕ್ ಸೆಟ್ ಅನ್ನು ಆಫ್ ಮಾಡಿ ಚಪ್ಪಾಳೆ ತಟ್ಟುತ್ತಾ ದೇವರನ್ನು ಆರಾಧಿಸಿರಿ. ഇനി ഒരു ദിവസം ഞാൻ ഒരു കാര്യം 60 വയസ്സിന് മേലോട്ടുള്ളവർ മാത്രം കസേരയിൽ ഇരുത്തും, ബാക്കി എല്ലാവരും താഴെ ഇരുത്തും. ಮುಂದಿರುವಂತಹ ದಿನಗಳಲ್ಲಿ 60 ವಯಸ್ಸು ಮೇಲ್ಪಟ್ಟವರು ಮಾತ್ರ ಕುರ್ಚಿಯಲ್ಲಿದ್ದು ಬಾಕಿಯವರೆಲ್ಲರೂ ಕೆಳಗಡೆ ಕುತ್ಕೋಬೇಕು. ಏನಾಗುತ್ತದೆ ಎಂದು ನೋಡಲಿಕ್ಕೆ. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് 6 മണിക്കൂറാണ് കുരിശിൽ കിടന്നത്. ನಮಗೋಸ್ಕರ ಯೇಸು ಸ್ವಾಮಿಯು 6 ತಾಸು ಶಿಲುಬೆಯಲ್ಲಿ ಕಷ್ಟವನ್ನು ಅನುಭವಿಸಿದರು. ഒരു തുള്ളി വെള്ളം കുടിക്കാതെ, ನೀರನ್ನು ಕುಡಿಯದೆ, 2 കൈയും വലിച്ചു കെട്ടി, 2 ಕೈಗಳನ್ನು ಗಟ್ಟಿಯಾಗಿ ಬಿಗಿದು, കാല് വലിച്ചു നീട്ടി വെച്ച്, ಕಾಲನ್ನು ಗಟ್ಟಿಯಾಗಿ ಎಳೆದು, തലയിൽ മുൾമുടി വെച്ച് അടിച്ച്, ತಲೆಯಲ್ಲಿ ಮುಳ್ಳಿನ ಕಿರೀಟವನ್ನು ಇಟ್ಟು ಹೊಡೆದು, മുഖത്തെ രോമമെല്ലാം വലിച്ചു വലിച്ച്, ಶರೀರದ ಹಾಲಿನ ಚರ್ಮವನ್ನು ಕಿತ್ತು ಹಾಕಿ, അടിച്ച് പുറമെല്ലാം പൊട്ടിച്ച്, ಆತನ ಹಾಲಿನ
ಅವನನ್ನು ಹೊಡೆದು കാർക്കിച്ച് മുഖത്ത് തുപ്പി ಆತನ ಮೇಲೆ ಉಗುಳಿ യെശയ്യാവ് പറയുന്നു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനാക്കി. ಯೆಶಾಯನ ಪ್ರವಾದನೆ ಗ್ರಂಥ ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತಾ ಇದೆ, ಯಾರು ಅಲ್ಲಿ ನೋಡುವಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿ അവൻ 6 മണിക്കൂർ എനിക്ക് വേണ്ടി കുരിശിൽ വേദന സഹിച്ചു. ಯೇಸು ಸ್ವಾಮಿ 6 ತಾಸು ಶಿಲುಬೆಯ ಮೇಲೆ ನನಗೋಸ್ಕರ ಪ್ರಯಾಸವನ್ನು ನೋವನ್ನು ಅನುಭವಿಸಿದ. ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ ಆ ದೇವರನ್ನು ನಾವು ಆರಾಧಿಸುವಾಗ സുഖത്തോടെ ഇരുന്ന് ആരാധിക്കരുത്. ಸುಖದಿಂದ ಇದ್ದು ದೇವರನ್ನು ಆರಾಧಿಸಬೇಕು. കാലൊന്നും മടങ്ങിയാൽ കുഴപ്പമില്ല. ಕಾಲುಗಳು ಮೊಣಕಾಲೂರಿದರೆ ಏನು ಸಂಭವಿಸುವುದಿಲ್ಲ. കുറച്ചു നേരം എഴുന്നേറ്റ് കാല് വേദനിച്ചാലും കുഴപ്പമില്ല. ಕಾಲುಗಳು ನೋವಾದರೂ ಪರವಾಗಿಲ್ಲ. എന്റെ കർത്താവിനെ ആരാധിക്കാതെ ನನ್ನ ಕರ್ತನನ್ನು ಆರಾಧಿಸುವುದಕ್ಕಾಗಿ ആ വേദന കർത്താവിന്റെ വേദനയോടൊപ്പം വെക്കണം. ಆ ವೇದನೆ ನನ್ನ ಕರ್ತನ ವೇದನೆಯೊಂದಿಗೆ ನಾನು ಇಡಬೇಕು. അതോടുകൂടെ നിന്റെ നടുവേദന മാറും, നിന്റെ കാലിന്റെ വേദന മാറും. ಅದರ ಮುಖಾಂತರ ನಿನ್ನ ಶರೀರದಲ್ಲಿರುವಂತಹ ಎಲ್ಲ ನೋವುಗಳು ಸರಿಯುತ್ತದೆ. ചിലർ പറയാൻ തുടങ്ങി ഭാഷ ഫാനിന്റെ എണ്ണം കൂട്ടണമെന്ന്. ಕೆಲವರು ಹೇಳಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದರೆ ಪಾಸ್ಟರ್ ಅವರೇ ನಮ್ಮ ಫ್ಯಾನಿನ ಸಂಖ್ಯೆ ಜಾಸ್ತಿ ಮಾಡಬೇಕು. 1-2 പേര് പറയാൻ തുടങ്ങി നമുക്ക് AC പിടിപ്പിച്ചാലോ എന്ന്. ಒಂದೆರಡು ಜನ ಹೇಳಿದ್ರು ನಮಗೆ ಎಷ್ಟು ಬೇಕೆಂಬುದಾಗಿ. കാരണം ഈ ആഴ്ച മുഴുവൻ സോഫ്റ്റ്വെയർ MNC കമ്പനികളൊക്കെ കൂളായിട്ട് വണ്ടിക്കകത്ത് AC, ഷോപ്പിംഗ് മോളിൽ AC, കമ്പനിയിൽ AC, ചിലരുടെ വീട്ടിൽ AC. ഇനി നമുക്ക് ചർച്ചയിൽ കൂടി ആക്കിയാൽ നല്ലതാണ്. ನಾವು ಕೆಲಸ ಮಾಡುವಂತಹ ಎಲ್ಲಾ ಸ್ಥಳಗಳಲ್ಲಿ ಎಸಿ ಆಗಿರುವ ಕಾರಣ ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಎಸಿ ಮಾಡಿದರೆ ತುಂಬಾ ಚೆನ್ನಾಗಿರುತ್ತದೆ. അതുകൊണ്ട് ആരാധന കൂടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ಅದರಿಂದ ಆರಾಧನೆ ಇಲ್ಲಿ ಜಾಸ್ತಿ ಏನಾದರೂ ಆಗ್ತದೆಯಾ? അതുകൊണ്ട് 10 സ്തോത്രം കൂടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ಅದರಲ್ಲಿ 10 ಸ್ತೋತ್ರವು ಜಾಸ್ತಿ ಆಗ್ತದೆಯಾ? സുഖം കൂടിയപ്പോൾ ಸುಖವು ಹೆಚ್ಚಾಗುವಾಗ ആരാധന കുറഞ്ഞ ചരിത്രമേ ഉള്ളൂ. ಆರಾಧನೆ ಕಡಿಮೆಯಾಗಿರುವಂತಹ ಚರಿತ್ರೆ ಮಾತ್ರ ಇದೆ. പണ്ട് പായ കടന്നുകൊണ്ടിരുന്നപ്പോ ഉറക്കം വരത്തില്ലായിരുന്നു, എഴുന്നേറ്റ് മുട്ടുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ച കാലങ്ങളുണ്ടായിരുന്നു. ಇಂದಿನ ಕಾಲದಲ್ಲಿ ಚಾಪೆಯಲ್ಲಿ ಮಲಗುವಾಗ ನಮಗೆ ನಿದ್ರೆ ಬರ್ತಾ ಇರಲಿಲ್ಲ, ಅವಾಗ ನಾವು ಮೊಣಕಾಲೂರಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದ್ದೆವು. എന്നാൽ ഇന്ന് ഫോമും നല്ല ഫോമുകളും AC ഒക്കെ ഇട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്ന സമയം അലാറം അടിച്ചാലും ഓഫ് ചെയ്തിട്ട് പിന്നെ കിടന്നു. ಈಗ ನಾವು ಸುಖವಾಗಿ ಎಸಿಯಲ್ಲಿ ಮಲಗಿದರೂ ಸಹ ಅಲಾರಾಮ್ ರಿಂಗ್ ಆದರೂ ಸಹ ನಾವು ಅದನ್ನು ಆಫ್ ಮಾಡಿ ತಿರುಗಿ ಮಲಗುತ್ತೇವೆ. ಆದರೆ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಒಟ್ಟಾಗಿ ದೇವರನ್ನು ಆರಾಧಿಸೋಣ. അതല്ല ഇവിടെ ഇരിക്കുന്നതിൽ ഒരു അങ്കിളുണ്ട്, ഇവിടെ ഒരു നമ്മുടെ ജോസ് ദാനിയൽ അങ്കിള് തിരുവല്ലയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ജോസ് അങ്കിള് പറയാറുണ്ട്, അവരുടെ പാസ്റ്റർക്ക് 80+ ആയില്ലേ, 81 ವಯಸ್സുണ്ട് അവരുടെ പാസ്റ്റർ. ನಮ್ಮ ಮಧ್ಯದಲ್ಲಿರುವಂತಹ ಜೋಸ್ ಡ್ಯಾನಿಯಲ್ ಅಂಕಲ್ ಅವರು ಅವರ ಸಭೆಯಲ್ಲಿರುವಂತಹ ಪಾಸ್ಟರ್ ಅವರಿಗೆ 81 ವಯಸ್ಸು. ഇപ്പോഴും താഴെ ഇരിക്കത്തുള്ളൂ. ಈಗಲೂ ಸಹ ಅವರು ಮೊಣಕಾಲೂರಿಕೊಂಡು ಕೆಳಗೆ ಕುಳಿತುಕೊಳ್ಳುತ್ತಾರೆ. ഇവരൊക്കെ കൂടി എല്ലാവരും പറഞ്ഞു, പാസ്റ്ററെ കസേരയിലിരിക്കുന്നു, ഞങ്ങൾ കസേരയിലിരിക്കുന്നു, പാസ്റ്റർ താഴെ ഇരിക്കാതെ. ಇವರೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಆ ಪಾಸ್ಟರ್ಗೆ ಹೇಳಿದರು, ನೀವು ಅಲ್ಲಿ ಕುರ್ಚಿ ಮೇಲೆ ಕುತ್ಕೊಳ್ಳಿ, ನಾವು ಕೆಳಗಡೆ ಕುಳಿತುಕೊಳ್ಳುತ್ತೇವೆ. അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ്. ಅವರು ಹೇಳಿದರು, ಅದು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ, ನಾನು ಮತ್ತು ದೇವರಿಗೆ ಇರುವಂತಹ ಒಂದು ಸಂಬಂಧ. വയസ്സ് 81, ವಯಸ್ಸು 81. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കേട്ടറിവാണ്. ഈ അങ്കിൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുമ്പിലൊക്കെ ഞങ്ങൾക്ക് ചെന്ന് നിൽക്കാൻ പേടിയാണ്. ಅವರ ಮುಂದೆ ಹೋಗಿ ನಿಂತುಕೊಳ್ಳಲಿಕ್ಕೆ ನಮಗೆ ಭಯ ಆಗುತ್ತದೆ. Praise Lord, hallelujah. കർത്താവിനെ ആരാധിക്കുമ്പോൾ ಕರ್ತನನ್ನು ಆರಾಧಿಸುವಾಗ ദാവീദ് പറഞ്ഞു, ചെലവ് ചെയ്തിട്ടുള്ള ആരാധന മതി. ಆ ಎಲ್ಲವನ್ನು ಮಾಡಿಕೊಂಡು ಇರುವಂತಹ ಆರಾಧನೆ ಸಾಕು. എന്തുകൊൽക്കാലം എന്റെ കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ಆದ್ದರಿಂದ ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನನ್ನ ಕರ್ತನಿಗೋಸ್ಕರ ನಾನು ಏನಾದರೂ ಮಾಡಬೇಕು. ദൈവം നമ്മെ സഹായിക്കട്ടെ. ದೇವರು ನಮ್ಮೆಲ್ಲರನ್ನು ಸಹಾಯ ಮಾಡಿ. 134 സംഖ്യത്തിൽ 3 വാക്യമാണ്. ಕೀರ್ತನೆ 134ರಲ್ಲಿ 3 ವಾಕ್ಯಗಳುಂಟು. അത് പറയുന്നു, വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി എന്ത് ചെയ്യണം? ಎರಡನೇ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತದೆ, ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳದ ಕಡೆಗೆ ಕೈ ಎತ್ತಿ ಯೆಹೋವನನ್ನು ಕೊಂಡಾಡಿರಿ. വിശുദ്ധ മന്ദിരത്തിലേക്ക് അശുദ്ധ കൈ ഉയർത്തി അവനെ സ്തുതിക്കരുത്. ಮಹಾಪರಿಶುದ್ಧ ಸ್ಥಳದ ಕಡೆಗೆ ಅಶುದ್ಧವಾಗಿರುವಂತಹ ಕೈಯನ್ನು ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಬಾರದು. വിശുദ്ധ മന്ദിരത്തിലേക്ക് വിശുദ്ധ കൈകൾ ഉയർത്തി അവനെ സ്തുതിക്കണം. ಪರಿಶುದ್ಧ ಸ್ಥಳದಲ್ಲಿ ಪರಿಶುದ್ಧವಾಗಿರುವಂತಹ ಕೈಯನ್ನು ಎತ್ತಿ ದೇವರಿಗೆ ನಾವು ಸ್ತೋತ್ರ ಮಾಡುವರಾಗಿದ್ದೇವೆ. ഇതറിയാവുന്ന ചുങ്കക്കാരനാണ് ആലയത്തിന്റെ വാതിൽക്കൽ പോയി നിന്നിട്ട് ಈ ವಿಷಯವನ್ನು ಗೊತ್ತಿರುವಂತಹ ಸುಂಕದವನು ದೇವರ ಆಲಯದ ಬಳಿಗೆ ಹೋಗಿ ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ. അവൻ പറയുകയാണ്, അയ്യോ എനിക്ക് നിന്റെ സന്നിധിയിലേക്ക് നോക്കാൻ പോലും യോഗ്യതയില്ല. ಆತನು ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ, ದೇವರೇ ನಿನ್ನ ಕಡೆಗೆ ನೋಡ್ಲಿಕ್ಕೆ ನನಗೆ ಯಾವುದೇ ಯೋಗ್ಯತೆ ಇಲ್ಲ. അയ്യോ പാപി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ಅಯ್ಯೋ ನಾನು ಪಾಪಿ ಎಂಬುದಾಗಿ ತನ್ನ ಎದೆಗೆ ಬಡಿದು ತಾನು ಅಲ್ಲಿಗೆ ಪ್ರಾರಂಭ ಮಾಡಿದನು. വചനം പറയുന്ന യേശു എന്താ പറഞ്ഞെന്നറിയാമോ? ವಚನವು ಹೇಳುತ್ತಾ ಇದೆ, ಯೇಸು ಸ್ವಾಮಿ ಏನು ಹೇಳಿದ್ದಾನೆ? അവനോ നീതീകരിക്കപ്പെട്ട് വീട്ടിലേക്ക് പോയി. ಆತನು ನೀತಿವಂತನಾಗಿ ತನ್ನ ಮನೆಗೆ
ಮನೆಗೆ ಹೋದನು. വന്നതുപോലെ ഇവിടുന്ന് ആരും പോകരുത്. ಬಂದ ಹಾಗೆ ನಾವು ಮನೆಗೆ ನಾವು ತಿರುಗಿ ಹೋಗಬಾರದು. കൂടിയ വന്നതെങ്കിൽ രോഗമില്ലാതെ കടന്നു പോകണം. ರೋಗದಿಂದ ನೀನು ದೇವರ ಆಲಯಕ್ಕೆ ಬಂದರೆ ರೋಗವನ್ನು ಅಲ್ಲಿ ಗುಣಮುಖ